ദർസ് ഒരു നാടിൻ്റെ ഐശ്വര്യമാണ്. ഭൂമിയിൽ 3 സ്ഥലത്താണ് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഭൂമിയിൽ 3 സ്ഥലത്താണ് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞത്. ഒന്ന്, സ്വാഗതം പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമിൻ്റെ മജ്ലിസ് സ്വർഗത്തിൻ്റെ തോപ്പുകളിൽപ്പെട്ട ഒരു തോപ്പാണ്. ഇൽമിൻ്റെ മജ്ലിസ് പറഞ്ഞാൽ ഇപ്പം തന്നെയാണ്. മജ്ലിസ് എന്ന വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം ഇരിക്കുന്ന സ്ഥലം എന്നാണ്. ഇരിക്കുന്ന സ്ഥലം എന്നാണ്. ഇൽമ പറയാനും ഇൽമ കേൾക്കാനും വേണ്ടി ഇരിക്കുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ ഇൽമ നിന്ന് കേൾക്കുന്നത് ശരിയല്ല എന്നാണ്. ഇൽമ എപ്പോഴും ഇരുന്ന് കേൾക്കലാണ് നല്ലത്. വയതൊക്കെ ആകുമ്പോൾ നിന്ന് പറയാം. ഞാനിപ്പോൾ നിൽക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ സ്റ്റേജ് കുറച്ച് ഉയരം കൂടുതലുണ്ട്, ഞാനും ലേശം ഉയരം കൂടുതലുണ്ട്. 2 ഉയരം കൂടി ആകുമ്പോൾ നിങ്ങൾ ഏകദേശം ഇങ്ങനെ നോക്കേണ്ടി വരും. പിന്നെ അവസാനം ഇവിടുന്ന് പോയിട്ട് കഴുത്തിൽ തൈലം തേക്കേണ്ടി വരും. അത് വേണ്ടാന്ന് കരുതിയിട്ട് ഇരുന്നതാണ്. പിന്നെ ഇരിക്കുമ്പോൾ ഒരു സൗകര്യമുണ്ട്. ഇരിക്കുമ്പോൾ ഇങ്ങനെ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഒരേമാതിരി ആയതുപോലെ തോന്നും. മറ്റേത് നമ്മൾ ഒരുപാട് ദൂരം ഫീൽ ചെയ്യും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇരുന്നത്. പിന്നെ പൊതുവെ ചെറിയൊരു ജലദോഷം ഉണ്ട്, അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടല്ല, ഒന്നുമല്ല. ഇപ്പോൾ അതെന്തിരുന്നു, ഇപ്പോൾ ആ സംഘാടകനെ വിളിച്ച് പറഞ്ഞയച്ച് എന്തിനായിരുന്നു എന്ന് ആലോചിക്കേണ്ടത് അതിന് തന്നെയാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്താൽ പിന്നെ അത് ഇങ്ങനെ നോക്കല എല്ലാവരും. ബക്കറ്റ് വരുവാൻ നടത്തിയാലോ? അപ്പോൾ ദർസ് പറഞ്ഞിട്ട് നടത്തിയാൽ മതി. ബക്കറ്റ് വരുവ് ദർസാണ് കാര്യമായിട്ടുള്ളത്. അപ്പോൾ ഒന്ന്, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്. രണ്ടാമത്തത് പിന്നെ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞത് ഉമ്മാൻ്റെ കാലിൻ്റെ തൊട്ടാണ്. ശരിക്കും അതും എന്തുതന്നെയാണ്? മജ്ലിസുൽ ഇൽമാണ്. എന്തുകൊണ്ട്? അൽ ഉമ്മു ഹിയ അൽ മദ്രസത്തുൽ ഊല എന്നാണ്. ഉമ്മയാകുന്നു ഒന്നാമത്തെ മദ്രസ എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ മറക്കുന്നുണ്ടെങ്കിലും ഉമ്മ പഠിപ്പിച്ച ഒരു കാര്യം മറക്കൂല എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറക്കും. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാലോ, തിന്നുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചെല്ലണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയായിട്ടല്ല, പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ മറക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കലാണ്, മറക്കും. തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ തുമ്മുമ്പോൾ മറക്കും. പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടും. തുമ്മിയാൽ എന്താണ് ചൊല്ലേണ്ടത്? അൽഹംദുലില്ലാ 8 മാർക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവും, പക്ഷെ തുമ്മുമ്പോൾ മറക്കും. എന്നാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഓടുമ്പോൾ മറക്കാത്തൊരു കാര്യമുണ്ട്, തുണി എടുക്കാൻ. ഉറക്കം നീച്ചാണ് മണ്ടാണെങ്കിലും തുണി എടുത്തിട്ടാണ് മണ്ട. പിരാന്തായാൽ വരെ മറക്കൂല എന്നാണ്. നമ്മളൊരുപാട് പിരാന്തന്മാരെ കണ്ടിട്ടില്ലേ? എല്ലാവരും ഫാൻറ്റ് ഇട്ടിട്ടുണ്ടാവും, ചിലപ്പം മുന്നും പിന്നൊക്കെ കീറിയിട്ടുണ്ടാവും, എന്നാലും ആ സാധനം ഇട്ടിട്ടുണ്ടാവും. എന്താ കാരണം? അത് എന്തിനാണ് പാൻറ് ധരിക്കുന്നത്, എന്തിനാണ് ട്രൗസർ ധരിക്കുന്നത്, എന്തിനാണ് തുണിയെടുക്കുന്നത് എന്നറിയാത്ത ഒരു കാലത്ത് ഉമ്മ പഠിപ്പിച്ചതാണ് എന്നതാണ് കാരണം. ഉമ്മ പഠിപ്പിച്ച ഒരു കാര്യവും പിരാന്തായാൽ വരെ കൽബിന്ന് പോകില്ല എന്നാണ്. ഔലിയാക്കളും പിരാന്തന്മാരുമാണ് ഏറ്റവും സുഖമുള്ള ആൾക്കാരെന്നാണ്. ഔലിയാക്കളും പിരാന്തന്മാരുമാണ് ഏറ്റവും സുഖമുള്ളവർ. കാരണം പിരാന്തന് 2 ഗുണമുണ്ട്. ഒന്ന്, പിരാന്തന് പേടില്ലല്ലോ. 2, പിരാന്തന് ടെൻഷനില്ല. നാളൊരു പിരാന്ത അറ്റാക്കായി മരിച്ചു നിങ്ങൾ എവിടെയെങ്കിലും കേട്ടുക്കണോ? ഉണ്ടാവില്ല. പിരാന്തന് ചിക്കൻ കുനിയ പിടിപെട്ടു നിങ്ങൾ എവിടെയെങ്കിലും കേട്ടുക്കണോ? അതും ഉണ്ടാവില്ല. അവിടെ ഒരു പിരാന്തണ്ട് പഞ്ചിടക്കണോ അങ്ങനെ എവിടെയെങ്കിലും കേട്ടുക്കണോ? അതും ഉണ്ടാവില്ല. ലോകത്ത് തീരെ പേടിയില്ലാത്തൊരു വിഭാഗമാണ് പിരാന്തന്മാർ. തീരെ ടെൻഷനില്ലാത്ത വിഭാഗമാണ് പിരാന്തന്മാർ. ഓനെക്കൊണ്ട് ഞമ്മക്ക് ടെൻഷനാകുക എന്നുള്ളത് ചോദിച്ചാൽ ഓന് യാതൊരു ടെൻഷനും ഇല്ല, യാതൊരു പേടിയില്ല. അതുകൊണ്ട് തന്നെ ഓനോട്ട് കറണ്ട് പിടിച്ചലുമില്ല. പിരാന്തനെ കറണ്ടും പിടിച്ചലില്ല. ഇനി പിന്നെ അപൂർവമായിട്ട് ഉണ്ടായിരിക്കൂട്ടോ, അതെണ്ണത്ത് കൂട്ടൂല. സാധാരണഗതിയിൽ ഈ പറഞ്ഞൊന്നുമില്ല. അങ്ങനെയാണ്. ഇന്നാൾ ഞാനിങ്ങനെ പ്രസംഗിച്ചപ്പോൾ കാക്കനെ പറ്റി പറഞ്ഞു. ഈ കാക്കയ്ക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ടല്ലോ. സ്വന്തം പേര് അഭിമാനത്തോടുകൂടെ വിളിച്ചു പറയുന്ന ജീവിയാണ് കാക്ക. കാക്ക കാക്ക അവനവൻ്റെ പേര് അഭിമാനത്തോടുകൂടെ ആരുടെയിലും പറയും. അങ്ങനത്തെ ഒരു ജീവിയാണ് കാക്ക. നമ്മളെ വേങ്ങര കോയപ്പാപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ ദർജ ഉയർത്തട്ടെ. സ്വാലിങ്ങളെ പറ്റി പറയാനാണല്ലോ നമ്മൾ ഈ പരിപാടി നടത്തിക്കണേ. വേങ്ങരയിലൊരു കോയപ്പാപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു.
വേങ്ങര തന്നെയാണ്, അങ്ങാടി തന്നെയാണ് മഹാനവറുകളുടെ ഖബർ. നല്ല സ്വാലിയായ മനുഷ്യൻ. മൂപ്പരെ പേര് മുഹമ്മദാണ്. മൂപ്പരെ വാപ്പാൻ്റെ പേരും മുഹമ്മദാണ്. മൂപ്പരെ വല്യപ്പാൻ്റെ പേരും മുഹമ്മദാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരാളുണ്ടാവില്ല. മൂപ്പരെ പേര് മുഹമ്മദാണ്, വാപ്പാൻ്റെ പേര് മുഹമ്മദാണ്, വല്യപ്പാൻ്റെ പേര് മുഹമ്മദാണ്. ബാപ്പാൻ്റെ പേര് മുഹമ്മദാണ്, മകന് പിന്നെ ആരെങ്കിലും മുഹമ്മദ് പേരിടോ? ഇടൂല. എന്നാൽ കോയപ്പാപ്പൻ്റെ പേര് മുഹമ്മദാണ്, കോയപ്പാപ്പൻ്റെ വാപ്പാൻ്റെ പേരും മുഹമ്മദാണ്, കോയപ്പാപ്പൻ്റെ വല്യപ്പാൻ്റെ പേരും മുഹമ്മദാണ്. മുഹമ്മദിൻ്റെ മകൻ മുഹമ്മദ് ആണ് കോയപ്പാപ്പ. മൂപ്പര് പെണ്ണിട്ടിരുന്നില്ല, കല്യാണം കഴിച്ചിരുന്നില്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ കല്യാണം കഴിക്കാൻ പറയുമെങ്കിലും മൂപ്പര് കഴിക്കൂലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കൈപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. കൈപ്പറ്റയിൽ കൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു പെരയിൽ ഒരു പെണ്ണുണ്ട് കെട്ടിച്ചാനായ. അപ്പോൾ മൂപ്പര് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പെരൻ്റെ ഇരത്തി വന്നിട്ട് ഇങ്ങനെ മേപ്പെട്ട് തട്ടുള്ള പെരയാണ്, മേലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നിന്നു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് എന്താ ഇപ്പോൾ ഒരാൾ നോക്കണമെന്ന് കരുതിയിട്ട് ഇങ്ങനെ തട്ടിൻ്റെ മേലെ കൂടി വന്നാണ്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കി. അപ്പോൾ മൂപ്പരെ കണ്ടു. അതിൽ മൂപ്പരിങ്ങനെ ചോദിച്ചു, കെട്ടിച്ചാൻ തയ്യാറുണ്ടോ ചോദിച്ചു. അതിൽ ആളെ ഏകദേശം ഇങ്ങനെ എല്ലാവർക്കും അറിയാം, കോയപ്പാപ്പൻ്റെ വാപ്പ മുഹമ്മദ് എന്നാണ് പേര്. അതിൽ പെണ്ണ് പറഞ്ഞു ആ തയ്യാറുണ്ട് പറഞ്ഞു. അങ്ങനെ ഏതായാലും കല്യാണാലോചന നടന്നു. അത്യാവശ്യം ആൾക്കാരൊക്കെ കൂടി, നിക്കാഹും നടന്നു. ഒരു ദിവസം നിന്നു, ഒറ്റ ദിവസം. പിറ്റേന്ന് മൂപ്പര് പോയി. ആ നിന്ന ഒരു ദിവസം ഗർഭം ഉണ്ടായി. ഒരു ദിവസം നിന്നത് പോകുമ്പോൾ പറഞ്ഞു പള്ളയിലുണ്ടെങ്കിൽ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിടണം എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ വന്നില്ല. ഗർഭമുണ്ടായി, പ്രസവിച്ചു, കുട്ടിയുണ്ടായി. മുഹമ്മദ് കുട്ടി എന്ന് പേരിട്ടു, മുഹമ്മദ് കുട്ടി എന്നിട്ടു. അങ്ങനെ വലുതായി ഇങ്ങനെ വരുന്നതിനനുസരിച്ച് മദ്രസക്കൊക്കെ പോകാൻ തുടങ്ങി. ഒരു ദിവസം മദ്രസയ്ക്ക് പോണ സമയത്ത് ഒരു തന്തപ്പാപ്പാനെ കണ്ടു, വയ്യുന്ന് വടിയൊക്കെ കുത്തിയിട്ട്, ഒരു വയസ്സായ ആൾ. അപ്പോൾ കുട്ടീനെ കണ്ടപ്പോൾ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, എന്താ മോനെ എൻ്റെ പേര് എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞു പേര് മുഹമ്മദ് കുട്ടിയാണെന്ന് പറഞ്ഞു. കുട്ടിയൊന്നും വേണ്ട, മുഹമ്മദ് മതിയായിരുന്നു. അതാണ് പറഞ്ഞു കൊടുത്തിരുന്നത് പറഞ്ഞു. മുഹമ്മദാണ് പറഞ്ഞു കൊടുത്തിരുന്നത്, കുട്ടി പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് കുട്ടിയൊന്നും വേണ്ട, മുഹമ്മദ് മതിയായിരുന്നു. നല്ല പഠിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. ഒന്ന് അണഞ്ഞൂട്ടി പിടിച്ച് മൂർദാവിലൊന്ന് ചുംബിച്ചു, ഒന്ന് മന്ത്രിച്ചു ഊതി കൊടുത്തു, ദോരന്ന് എടുത്തിട്ട് പൊയ്ക്കോറണം. മദ്രസിട്ട് വന്നപ്പോൾ പേരേന്ന് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇന്ന് ഞാൻ മദ്രസ്ക്ക് പോയപ്പോൾ ഒരു വയസ്സായ ആളെ കണ്ടു, ഒരു വടിയൊക്കെ കുത്തിയിട്ട് ഒരാളെ കണ്ടു. അയാൾ എന്നോട് അടുത്തേക്ക് വിളിച്ചിട്ട് പേരെന്താണെന്ന് ചോദിച്ചു. പേര് മുഹമ്മദ് കുട്ടി എന്നാണ് എന്ന് പറഞ്ഞു. കുട്ടി വേണ്ട, മുഹമ്മദ് മതി, അതാ ഇട്ടിക്കണതെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് മന്ത്രിച്ചൂതും ദോരന്നേരമൊക്കെ ചെയ്തു. അയാൾ പോയി. അയാളെ കോല എങ്ങനെയാണെന്ന് ചോദിച്ചു. അതിൽ രൂപമൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഉമ്മ പറഞ്ഞു അതെൻ്റെ വാപ്പയാണ് പറഞ്ഞു. ആ വന്നത് എൻ്റെ വാപ്പയാണ് പറഞ്ഞു. അങ്ങനെ കോയപ്പാപ്പ് വലുതായി, വലിയ മനുഷ്യനായി, വലിയ മഹാനായി എന്നുള്ളതാണ്. കോയപ്പാപ്പാൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മൂപ്പര് കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ്. കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കും. സാധാരണഗതിയിൽ കാക്കകൾ, പാമ്പ്, പരുന്ത് തുടങ്ങിയ ജീവികൾ ഭക്ഷണം കൊടുക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട വിഭാഗമല്ല. പരുന്ത്, അതുപോലെ പാമ്പ്, കാക്ക തുടങ്ങിയ ജീവികളൊന്നും അങ്ങനെ ഭക്ഷണം കൊടുക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള വിഭാഗമല്ല. പക്ഷെ കോയപ്പാപ്പ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കും. വേങ്ങരയിൽ ഒരു കാലത്ത് ചെന്നാൽ കാക്കൻ്റെ സമ്മേളനം ഇക്കാരുന്ന കാക്കകൾ ധാരാളം ഉണ്ടാവും. രാവിലെയും വൈകുന്നേരമൊക്കെ നന്നായിട്ട് ഭക്ഷണം കിട്ടില്ലേ. അപ്പോൾ കാക്ക നല്ലോണം സമ്മേളനം നടത്തണ ഒരു സ്ഥലമായിരുന്നു പഴയ കാലത്ത് വേങ്ങര. അവർ ദിവസം കോയപ്പാപ്പാട് ചോദിച്ചു, തരേ നിങ്ങൾ എന്താ ഈ കാക്കകൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു, ഈ കാക്കകൾ ചിലപ്പോൾ 1000-1500 കൊല്ലമൊക്കെ ജീവിക്കും. അപ്പോൾ മുത്തുനബിനെ കണ്ട കാക്ക ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഞാനീ തിന്നാൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു എന്നാണ്. ഇഷ്കിന് ദൂരം പ്രശ്നമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് എന്നാൾ പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, എവിടെ ഈ കാക്കക്ക് 1000 കൊല്ലം ആയുസ്സുണ്ട്, 1500 കൊല്ലം ഉള്ളത് എന്ന് ചോദിച്ചു. സംഗതി കാക്ക നിലവിൽ പക്ഷിശാസ്ത്രജ്ഞന്മാർ പറയണതനുസരിച്ച് കാക്കയുടെ ആയുസ് 15, 17, 20 15 കൊല്ലം, 17 കൊല്ലം, 20 കൊല്ലമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അഭിപ്രായം വന്നിട്ടില്ല. കോയപ്പാപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അഭിപ്രായം പഠിച്ചത് മതിയായിട്ടില്ല എന്നാണ്. നമ്മളെ അഭിപ്രായം അതാണ്. നമ്മളെ അഭിപ്രായത്തോട് ഇപ്പോൾ എല്ലാവരും ചോദിച്ചോണമെന്നൊന്നുമില്ല. കോയപ്പാപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്കൻ്റെ ആയുസ്സിനെ കുറിച്ച് ഇനിയും പഠനം നടക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായത്തിലാണ് നമ്മളുള്ളത്. 1000-1500 കൊല്ലം ജീവിക്കുമെന്ന് മഹാനവറുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട കാക്കകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കരുതിയിട്ടാണ് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു എന്നാണ്. സ്വാലിഹീങ്ങളെക്കുറിച്ച് പറയാം. ഈ സ്വാലിഹീങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ പറയണത് എന്തിനാ അറിയാം? സ്വാലിഹീങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവരെ പോലെ ആകാൻ ഒരു പൂതി ഉണ്ടാവില്ലേ?
പൂതി വെച്ചാൽ ആഗ്രഹിക്കാത്ത ഒരു കാര്യം മാത്രമേ അള്ളാൻ്റെ ദുനിയാവിലുള്ളൂ എന്നാണ്. ആഗ്രഹിച്ചാൽ നടക്കാത്തത് ഒറ്റ കാര്യമുള്ളൂ, എല്ലാം നടക്കും. ആഗ്രഹിച്ചാലാണ് നടക്കുക. ഒരാൾ വലിയാവണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കും, ആലിമാകണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കും. ചില വീഡിയോ വലിക്കുന്ന ആൾക്കാർ പറയും നിർത്തിയിട്ട് നിൽക്കണില്ല എന്ന്. വീഡിയോ വലിക്കാർ പറയാം എന്ത് നിർത്തിയിട്ട് നിൽക്കണില്ല എന്നറിയും. എന്താ കാര്യം? നിർത്താൻ ആഗ്രഹിച്ചിട്ടില്ല, നല്ല നിൽക്കുള്ളൂ. മൂപ്പര് നിർത്തിയിട്ടില്ല, വെറുതെ പറയാണ് നിർത്തിയിട്ട് നിൽക്കണില്ല. നിർത്തിയാൽ നിൽക്കാതിരിക്കുമല്ലോ. ട്രെയിന് വരെ നിർത്തിയാൽ നിൽക്കും, എന്നിട്ടല്ല വീടി നിർത്തിയാൽ നിൽക്കാതിരിക്കൂല. മൂപ്പരെ നിർത്താൻ കരുതിയിട്ടില്ല, നിർത്താൻ പൂതിയില്ല. പൂതി വെച്ചാൽ നടക്കാത്തത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നുബുവത്ത്. നബി ആകൽ പൂതി വെച്ചാൽ നടക്കൂല. കാരണം അത് അള്ളാഹുവിൻ്റെ ഇസ്തിഫ ആണ്, അവൻ തെരഞ്ഞെടുക്കുന്നതാണ്. അതിൽ താഴെ എന്തും ആഗ്രഹിച്ചാൽ നടക്കും. വലിയാകാൻ ആഗ്രഹിച്ചാൽ നടക്കും, സൂഫിയാകാൻ ആഗ്രഹിച്ചാൽ നടക്കും, ആബിദാകാൻ, ആഷിഖാകാൻ, ദ്വാക്കിജാബത്തുള്ളവരാകാൻ, മുത്തവക്കിലാകാൻ, സ്വാബിറാകാൻ, എല്ലാം ആഗ്രഹിച്ചാൽ നടക്കും. അതുകൊണ്ട് മഹത്തുക്കളായ ആളുകളെക്കുറിച്ച് ഞാനിങ്ങനെ പറയണത്, പഠിച്ചോനെ ഓലമായിരുന്നു ആയി കിട്ടിയെങ്കിൽ എന്ന ഒരു പൂതി വരാനാണ്. നമ്മൾ ഇരിങ്ങാവൂരുണ്ടല്ലോ, ഇവിടെ ഈ പുത്തനത്താണി ഇങ്ങനെ പോയിട്ട് പിന്നെ കൽപ്പകഞ്ചേരി ഇരിങ്ങാവൂർ പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു പൂതിപ്പാപ്പ എன்ற ഒരാളുണ്ടായിരുന്നു. പൂതിപ്പാപ്പ എന്നാണ് മൂപ്പരെ പേര് കുഞ്ഞോമ്പ് എന്നാണ് ആൾക്കാർ കുട്ടികളെ കൂടിയും പേരിട്ടതാണ് പൂതിപ്പാപ്പ എന്ന്. എന്താ വെച്ചാൽ മൂപ്പരിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ പറയും, പെണ്ണെട്ടാൻ പൂതി കായില്ലാത്ത കേട്, പെണ്ണെട്ടാൻ പൂതി കായില്ലാത്ത കേട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ആൾക്കാർ കുട്ടികളെ കൂടിയും പൂതിപ്പാപ്പ എന്ന് പേരിട്ടു. മൂപ്പർക്ക് കുഞ്ഞോമ്പ് എന്നാണ് പേര്. നല്ല മനുഷ്യനാണ്, സ്വാലിഹായ മനുഷ്യനാണ്. കുറേ കാലം കഴിഞ്ഞ് മൂപ്പര് മരണപ്പെട്ടതിൻ്റെ ശേഷമാണ് എന്തിനു മൂപ്പർക്ക് പൂതി എന്ന് മനസ്സിലായത്. പെണ്ണെട്ടാൻ പൂതി എന്ന് പറഞ്ഞതേ നമ്മൾ വിചാരിച്ച മാതിരി നമ്മൾ ആ മറൻ്റെ അപ്പുറത്ത് ഇരിക്കുന്ന സൈസ് കെട്ടാനല്ല, ഹൂറിലിങ്ങളെ കെട്ടാനുള്ള പൂതിയാണ്. അതിന് ചില്ലറ പൈസ പോരാന്നാ മൂപ്പര് പറയണേ. അതാണ് കായില്ലാത്ത കേട് പറഞ്ഞത്. ഇത് ചില്ലറ പൈസയൊക്കെ മതി, മറ്റേതിന് അത് പറ്റൂല, അതിന് ചില്ലറ നോട്ടണ്ട് വേണം. നമ്മളെ തഴവോസ്താദിൻ്റെ അൽമവാഹിബുൽ ജലിയ ഉണ്ടല്ലോ, 10 വള്ളിയാണ്. തഴവൻ്റെ അൽമവാഹിബുൽ ജലിയ 10 വള്ളിയാണ്. 10ാമത്തെ വാള്യത്തിലെ അവസാനത്തെ അധ്യായം സ്വർഗ്ഗാണ്. 10 വാള്യങ്ങളിലെ 10ാമത്തെ വാള്യത്തിലെ അവസാനത്തെ അധ്യായം സ്വർഗത്തെ പറ്റിയിട്ടാണ്. അതിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എങ്ങനെ അറിയോ? ഇങ്ങനെ, മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്ക് നീയൊരു പാസ് താഹന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാതയ്യാനെ. സൗജന്യമായി നീ ഇത് കബൂൽ ചെയ്യണമേ, ഇത് സ്വാലിഹാത്തിൽ സയ്യിദി ചേർക്കണമേ. ഗുണം ചെയ്യണേ നബിക്കെപ്പോഴും നീ കോനേ, അസ്ഹാബിനും ബിൻ ആലിനും റഹ്മാനേ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. ആഗ്രഹിച്ച സ്വർഗം കിട്ടും, പൂതി വെച്ച സ്വർഗം കിട്ടും. പൂതി വേണം. പൂതി ഉണ്ടായാൽ എന്താ ഉണ്ടാവുക? ആഗ്രഹം ശക്തമായാൽ ഉറക്കത്ത് കാണുന്നതാണ്. ആഗ്രഹം ശക്തമാകുന്ന ഏത് കാര്യം ഉറക്കത്ത് കാണും. ഒരാൾക്ക് അബുദാബിക്ക് പോകണമെന്ന ആഗ്രഹം ശക്തമാണ്, ഉറക്കത്തിലാണ് പോകും, പാസ്പോർട്ട് കൂടി വേണ്ട. ആഗ്രഹം ശക്തമാകുമ്പോൾ ഉറക്കത്തിൽ കാണും. അങ്ങനെയാണ്. അതുകൊണ്ട് സ്വർഗം ആഗ്രഹം ശക്തമാണെങ്കിൽ നേടിയിരിക്കും. കെലിമ ചൊല്ലിയിട്ടേ ഞാൻ മരിക്കുള്ളൂ എന്ന് ഒരാളാണ്ട് ആഗ്രഹിച്ചാൽ ഓൻ ചൊല്ലിയിട്ടേ മരിക്കുള്ളൂ. ആഗ്രഹം ശക്തമാകുന്ന ഏത് കാര്യവും ഒരാൾ നേടിയിരിക്കും. അതുകൊണ്ട് മഹത്തുക്കളായ ആളുകളെ നമ്മൾ പറയുന്നത്, പഠിച്ചോനെ അതേമാതിരി ഒന്ന് ആയി കിട്ടിയെങ്കിൽ എന്ന പൂതി ഉണ്ടാവാനാണ്. പൂതി വെച്ചാൽ നേടാം.